മലപ്പുറം ഈസ്റ്റ് കോഡൂരിൽ വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ചതിൽ ഭർത്താവ് സിറാജുദ്ദീനെ മലപ്പുറം പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമിത രക്തസ്രാവം എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. കൂടുതൽ ഗുരുതരമായ വിഷയങ്ങളിലേക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോകുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഭർത്താവായ സിറാജുദ്ദീനെ. എന്താണ് ഇനിയുള്ള പോലീസ് നടപടി? തീർച്ചയായും സിറാജുദ്ദീനെ അദ്ദേഹം പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്നാണ് മലപ്പുറം പോലീസ് ഇന്ന് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അമിത രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസവം സംഭവിച്ചതിന് ശേഷം മണിക്കൂറുകളോളം വീട്ടിൽ തന്നെ തുടർന്നു. അതായത് കൃത്യമായ ഒരു ചികിത്സ നൽകിയില്ല. അതുകൊണ്ട് തന്നെ ചികിത്സ വൈകിപ്പിച്ചതടക്കമുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. തുടർന്ന് പെരുമ്പാവൂർ പോലീസ് മലപ്പുറം പോലീസിന് കേസ് കൈമാറുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മലപ്പുറം ശ്രീ വിഷ്ണുവിനാണ് നിലവിൽ അന്വേഷണ ചുമതലയുള്ളത്. ഇപ്പോൾ ഇയാളെ മലപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മലപ്പുറം പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. പക്ഷേ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. നാളെയോട് കൂടി ഈ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വകുപ്പുകൾ, ഏതെല്ലാം വകുപ്പുകൾ ചുമത്തണമെന്ന കാര്യം ഒക്കെ തീരുമാനിച്ചതിന് ശേഷം, കൂടുതൽ വകുപ്പുകൾ ചുമത്തിയതിനു ശേഷം നാളെയോട് കൂടി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ പ്രസവം സംഭവിച്ചത് അന്നേ ദിവസം വൈകുന്നേരത്തോടെയാണ്. ഈ മരണം സംഭവിക്കുന്ന ഏതാണ്ട് 9 മണിയോട് കൂടി. അപ്പൊ അത്രയും സമയം വീട്ടിൽ തന്നെ തുടർന്നു. ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് ഗുരുതരമായ ഒരു സാഹചര്യമായിട്ട് പോലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സിറാജുദ്ദീൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. മാത്രമല്ല, ആരും അറിയാതെ ഈ മൃതദേഹം ആംബുലൻസ് ഡ്രൈവറെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയും ആരും അറിയാതെ മറവ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഇയാൾ നടത്തിയിരുന്നു. എന്നാൽ ഈ യുവതിയുടെ വീട്ടുകാരാണ് പിന്നീട് ഇതിനെതിരെ രംഗത്ത് വരികയും പോലീസിൽ വിവരം അറിയിക്കുകയും ഇയാളെ പോലീസിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം ഏതെല്ലാം വകുപ്പുകൾ ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുണ്ട് അതെല്ലാം നോക്കിയതിനു ശേഷം നാളെയോട് കൂടി ഇയാളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തന്നെ ഇത് ഏതൊക്കെ വകുപ്പുകളാണ് എന്നതിൽ വ്യക്തത വരുന്നുണ്ടോ? നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രകാരം ഈ ചികിത്സ വൈകിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, അതായത് കൃത്യമായി ചികിത്സ നൽകിയില്ല. ചികിത്സ നൽകിയിരുന്നെങ്കിൽ, അതായത് ഈ പ്രസവം സംഭവിച്ച ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സ വൈകിപ്പിച്ച അടക്കമുള്ള വകുപ്പുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടില്ല. നാളെയോട് കൂടി അതുണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അല്ല, ഇതിൽ നേരത്തെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇതിൽ പ്രതികരിച്ചിരുന്നു. അപ്പം പറഞ്ഞിരുന്നത് മനഃപൂർവ്വമായ നരഹത്യ എന്നുള്ള രീതിയിൽ കേസ് പോകാൻ, ഇല്ലെങ്കിൽ അത്രയും ഗൗരവമുള്ള വിഷയമായിട്ടാണ് മന്ത്രി അതിനെ പറഞ്ഞിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ തലത്തിൽ പോലും അങ്ങനെ ചിന്തിക്കുമ്പം കുറച്ചുകൂടി കടുത്ത വകുപ്പുകളിലേക്ക് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അത്തരത്തിൽ കടുത്ത വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഏതെല്ലാം വകുപ്പുകൾ കൃത്യമായി, അതായത് യാതൊരു വിധത്തിലും ഇയാൾക്ക് മാക്സിമം ശിക്ഷ നൽകുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അത് ഏതെല്ലാം തരത്തിൽ ഉള്ള വകുപ്പുകൾ ചുമത്തുമെന്ന കാര്യത്തിൽ പോലീസ് തീരുമാനം എടുക്കുകയാണ്. മനഃപൂർവ്വം അല്ലാത്ത നരത്തിൽ ഉൾപ്പെടെയുള്ള ഏതെല്ലാം വകുപ്പുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമോ അതെല്ലാം തന്നെ ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്.